മിമിക്രിക്കാരനായി. ഇപ്പൊ മിമിക്രിയിൽ നിന്നാണ് സിനിമയിലെത്തിയത്, ശബ്ദാനുകരിച്ചു, കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ മിമിക്രിക്കാരനായതിൽ സന്തോഷമാണോ ദുഃഖമാണോ? മിമിക്രിക്കാരനായാലും എനിക്ക് നല്ല സന്തോഷമാണ്. ചില സമയത്ത് കൊച്ചു ദുഃഖങ്ങളും തോന്നാറുണ്ട്. എന്താണ് സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഓർക്കാപ്പുറത്ത് ഒരു രാത്രിയിൽ അത്ഭുതപരമായിട്ടുള്ളൊരു അവസ്ഥയിലാണ് ഞാൻ മിമിക്രിക്കാരനാവുന്നത്. അത് പിന്നീട് എൻ്റെ ജീവിത മാർഗമായി. എല്ലാ മിമിക്രിക്കാരെയും ഞാൻ ബഹുമാനിക്കുന്നു. കാരണം മിമിക്രി എന്ന് പറയുന്നത് ഗോഡ്സ് ഗിഫ്റ്റ് ആയിട്ട് കാണുന്ന ഞാൻ അങ്ങനെ കാണുന്നു. കാരണം ആർക്കും പഠിക്കാൻ പറ്റുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, തിരിച്ച് പഠിപ്പിക്കാൻ പറ്റും അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. ഇവിടെ പലരും പറയുന്നത് മിമിക്രി എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ കലയില്ല എന്നുള്ളത്. ഇല്ലില്ല, ഒരാളെ അനുകരിക്കുക എന്ന് പറയുന്നത് അത് പെർഫെക്റ്റ് ആയിട്ട് അനുകരിക്കുന്നുണ്ടെങ്കിൽ അത് വേറെ കല തന്നെയാണ്. അതിന് വേണ്ടത് ഒബ്സർവേഷൻ കപ്പാസിറ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ദുഃഖം പലപ്പോഴും തോന്നിയിട്ടുള്ള, ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഫിലിം ഞാൻ അഭിനയിച്ചതിന് ശേഷം ഏതെങ്കിലും ക്യാരക്ടർ ചെയ്യുമ്പോൾ നമ്മളെ അതിൽ നിന്ന് എന്താ പറയാ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കണ്ടേ എന്ന് പറയാൻ വേണ്ടിയിട്ട് അത് മിമിക്രി അല്ലേ എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര സ്ട്രെയിൻ ചെയ്തിട്ട് എത്ര നാളായ ഞാൻ എന്തോരം കാര്യങ്ങൾ പഠിച്ചിട്ടാണ് അത് ചെയ്തത്, ഇവരെത്ര നിസ്സാരമായിട്ട് അവർ ഒറ്റ വേർഡിൽ അതിനെ ഒതുക്കി എന്ന് തോന്നുമ്പോൾ ഒരു ചെറിയ സങ്കടം. ഇല്ല, മിമിക്രിക്കാരനായാലും എനിക്ക് ഒരിക്കലും സങ്കടം തോന്നിയിട്ടില്ല. മിമിക്രി ഇല്ലെങ്കിൽ ഞാനില്ല, പിന്നെ എനിക്ക് അതിന് സങ്കടം തോന്നും. ഇങ്ങനെ നമ്മൾ സംസാരിക്കാമല്ലോ. ഞാൻ നിന്നെ കാണാൻ വേണ്ടിയിട്ട് ആലപ്പുഴ നീന്തിയിട്ടില്ലേ? മിമിക്രിക്കാരനെ നീ മിമിക്രി ചെയ്യുന്ന അന്ന് ചെയ്യുന്നുണ്ടല്ലേ? എന്റെ ഓട്ടോഗ്രാഫ് ഒക്കെ വാങ്ങിച്ചു. ഓ കഷ്ടം. ഞാൻ പിന്നെ നിന്നെ തിരിച്ചറിഞ്ഞ ശേഷം ഞാനത് കീഴ്ക്കളഞ്ഞു. അതെ, താങ്കളുടെ പഴയ സംവിധായകർക്ക് എന്തുകൊണ്ടാണ് ഡേറ്റ് കൊടുക്കാത്തത്? പുതുമയൊന്നും കൊണ്ടുവന്നില്ല, അതുകൊണ്ടാണ്. പുതുമ കൊണ്ടുവന്ന ഡേറ്റ് കൊടുക്കും. പിന്നെന്ത്? നീ ഓരോന്ന് പറഞ്ഞു ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദങ്ങളൊന്നും കറയില്ല കേട്ടോ. അങ്ങനെയല്ല, ഞാൻ ഓരോ നമ്മൾ ഇതിനകത്ത് ഇരുന്ന് ഓരോന്ന് പറയും. പഴയ സംവിധായകർ പുതുമയായിട്ട് വരട്ടെ, അപ്പൊ അവര് ഡേറ്റ് കൊടുക്കട്ടെ, അവര് കേൾക്കട്ടത്. ദൈവമേ, ഇതൊക്കെ എന്റെ വേഷമാണേ. സിനിമ അത് സത്യത്തിൽ ഒരു ചൂതാട്ടമല്ലേ? ചൂതാട്ടൊന്നുമല്ല, നല്ല കൂലിപ്പണിയാ ഒരു കണക്കി പറഞ്ഞ. കൂലിപ്പണി? ഞാൻ വിചാരിച്ച ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കില് സിനിമയിൽ വരുന്ന സമയത്ത് ഒരു പണിയെടുക്കണ്ട എന്ന് വിചാരിച്ചിരുന്നത്. പക്ഷെ ഏറ്റവും കൂടുതൽ പണി സിനിമയില. ഇപ്പൊ എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം എന്താ പറയണ, ആൾക്കാരിങ്ങനെ നോക്കിയിരിക്കും, അത് ഡ്യൂപ്പാണോ മറ്റേതാണോ മറിച്ചാണോ. ഇപ്പൊ 50 ലിറ്റർ ചാക്കെടുത്ത് തന്നെ വരെ 50 രൂപന്റെ ചാക്കാണ്, അതുപോലത്തെ വെയിറ്റ് ഉള്ള സാധനം എടുത്ത് തരുന്നത്. അല്ലെങ്കിൽ അതാണ് ഗ്രാഫിക്സ് എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. നമ്മൾ അത്രത്തോളം റിയാലിറ്റിക്ക് വേണ്ടിയിട്ട് എടുക്കുമ്പോൾ ചില സമയത്ത് നമ്മളായിരിക്കും കൂലിപ്പണിയാണ് നമ്മൾ ചെയ്യണേ. പക്ഷെ അത് നമ്മളുടെ കഥാപാത്രങ്ങൾ അങ്ങനെ ചെയ്താലാണ് അത് വർക്കൗട്ട് ആവുള്ളൂ, അത് ജനങ്ങൾക്ക് ഫീൽ ചെയ്യുള്ളൂ. ഗാംബ്ലിംഗ് അല്ല, ഗാംബ്ലിംഗ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. നല്ല പണിയെടുക്കണം, അല്ലെങ്കിൽ പണി കിട്ടും സിനിമയിൽ. അതാണ് സിനിമ. നമ്മൾ സത്യസന്ധമായിട്ട് സിനിമ ചീറ്റ് ചെയ്ത് പല കാര്യങ്ങളും എടുക്കും, പക്ഷെ സിനിമ സത്യമുള്ളതാണ്. സിനിമയെ ചീറ്റ് ചെയ്യരുതല്ലേ? സിനിമയെ ചീറ്റ് ചെയ്യരുത്. ഇത്രയും ചോദ്യങ്ങൾ മിസ്റ്റർ നാദിർ ഷാ എന്നോട് ചോദിച്ചുകൊണ്ട് ഞാനൊരു ചോദ്യം താങ്കളോട് ചോദിക്കട്ടെ. ഈ കോളേജിൽ പഠിച്ചിട്ടുണ്ടോ? പിന്നെ സെന്റ് പോൾസ് കോളേജ് കളമശ്ശേരി. കോളേജിൽ പഠിക്കാൻ വഴിയില്ല. കോളേജിൽ പോയിരുന്ന കാലഘട്ടത്തിൽ എന്ത് വിഷയമായിരുന്നു കൂടുതൽ ഇഷ്ടം? പെൺവിഷയം. പക്ഷെ അത് വേറെ പ്രോബ്ലം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ, പക്ഷെ അതില് ഞാൻ വളരെ പിന്നിലായിരുന്നു. അതെന്താണ് പിന്നിലായത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെൺപിള്ളേര് മുന്നിൽ പോകുന്നതിന്റെ പേരിൽ ഞാൻ പിന്നിലായിരുന്നു. അങ്ങനെ ഫുൾ ടൈം ഇത് തന്നെ, അതുകൊണ്ടാണ് ക്ലാസ് കയറാൻ പറ്റാതെ ഇരുന്നിട്ടുള്ളത്. അങ്ങനെയല്ല കേട്ടോ, നമ്മുടെ ഫ്രണ്ട്സ് പലരും ഈ കാര്യത്തിൽ അഗ്രഗണ്യമാരുടെ പേരില് അവരെന്താ ചെയ്യണെന്ന് അറിയാനും കണ്ടുപഠിക്കാൻ വേണ്ടി ഞാനങ്ങനെ എന്റെ ഫ്രണ്ട്സ് എന്താ ചെയ്യണേന്ന് അറിയാൻ വേണ്ടിട്ട് ഇങ്ങനെ വാച്ച് ചെയ്ത് നടന്നപ്പോഴല്ലേ നിന്നെ പരിചയപ്പെട്ടത് മാരേജില്. അതൊക്കെ പക്ഷെ നീ ഈ ഫ്രണ്ട്സ് എന്ത് ചെയ്യണമെന്ന് അറിയാവുന്ന ആ നേരം കൊണ്ട് ക്ലാസ്സിൽ കയറി നീ വല്ല IAS ഡോക്ടറൊക്കെ ആയിരുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് സംസാരിക്കാൻ പറ്റൂലല്ലോ. എന്തുകൊണ്ട്? ഞാൻ നിന്നെ കാണാൻ വരില്ലേ നമുക്ക് എന്തെങ്കിലും അസുഖമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ? ഡോക്ടറാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ ഡോക്ടറുടെ കാര്യം പറഞ്ഞപ്പോൾ ദിലീപ് എന്ന് പറയുന്ന നടൻ, താങ്കൾ സിനിമാ നടനായ എന്റെ പേരിൽ താങ്കളുടെ അനിയൻ അനൂപ് സിനിമ നിർമ്മാതാവായി. ഇനിയിപ്പോ താങ്കളൊരു ഈ സിനിമാ നടനല്ലാണ്ട് പഠിച്ച് ജയിച്ച് വല്ല ഡോക്ടറായിരുന്നെങ്കിൽ താങ്കളുടെ അനിയൻ എന്തായിരുന്നു? അവനെ രോഗിയാക്കും. എനിക്ക് പണി പോലും വേണ്ട, എനിക്ക് ആരെങ്കിലും വേണ്ട ചികിത്സിക്കാൻ. ഇനി ഒരു കുഴപ്പിക്കുന്ന ചോദിക്കാം. ചോദിച്ചാ മതി. കുഴപ്പിച്ചോളൂ. പറ. ഞാൻ കുറെ സിനിമ ഡയറക്ടേഴ്സിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ ഇഷ്ടപ്പെട്ട സംവിധായകൻ അല്ലെങ്കിൽ സംവിധായകർ? ഇഷ്ടപ്പെട്ട
ഇഷ്ടപ്പെട്ട സംവിധായകർ ആരാണ്? സിനിമയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവർ. ആണോ ഇഷ്ടപ്പെട്ട സംവിധായകർ? അതെ. ഇന്ന് ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ സംഭവങ്ങളിലൊന്നാണ് റിയാലിറ്റി ഷോകൾ. പലപ്പോഴും പല വിമർശനങ്ങൾ നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, കേൾക്കാറുണ്ട്. മിസ്റ്റർ ദിലീപിന്റെ അഭിപ്രായം എന്താണ്? ഒരു തമാശക്ക് പറയാം. കുഞ്ഞുണ്ണി മാസ്റ്റർ ഒരു കവിത ഓർമ്മ തന്നെ. കഴിവ് പ്രശ്നമല്ലുണ്ണി, SMS ജയപ്രദം. പക്ഷെ തമാശക്ക അല്ല, ഞാൻ റിയാലിറ്റി ഷോയിലൊന്നും ജഡ്ജ് ചെയ്യാനൊന്നും പോയിരിക്കും. എന്ന് പറയുമ്പോ ഒന്നും കുറ്റം പറയാൻ പറ്റില്ല. അത്രയും ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ഈ സമയത്തൊക്കെ ഞാൻ കണ്ട് പഠിക്കേ. ഞാനത് ആലോചിക്കാറുണ്ട്. പാട്ടും കാര്യങ്ങളൊക്കെ ഈ പിള്ളേരുടെ മുമ്പിൽ നമ്മൾ അവരുടെ അടുത്ത് കിടക്കാൻ പോയിട്ട് സംശയങ്ങളൊക്കെ ചോദിക്കുക, അവരായിട്ട് പൊരുത്തപ്പെടും. അവരെ ജഡ്ജ് ചെയ്ത് വെറുതെ ഞാൻ അതല്ല നിർത്തി അതിലേക്ക് പോകല്ലേ. ഞാൻ വേറെ ഇതിലേക്ക് എനിക്ക് ഇനി പോണ്ടത്. പെൺകുട്ടി വന്ന് നിന്നിട്ട് എന്നോടെന്തിനി പിണക്കം, എന്നും എന്തിനാണ് എന്നോടി പരിഭവം. ഏതെങ്കിലും ഒരു പെൺകുട്ടി വന്ന് മുഖത്ത് നോക്കി ദിലീപിനോട് ചോദിച്ചാൽ എന്ത് ചെയ്യും? എന്റെ മുമ്പിൽ നിന്ന് എന്നോടെന്തിനി പിണക്കം, എന്നും എന്തിനാണ് എന്നോട് ഈ പരിഭവം എന്ന് ചോദിച്ചാൽ ഞാൻ ആ കുട്ടി അങ്ങനെ നിന്റെ മുമ്പിലേക്ക് വിടും. നിങ്ങളാണല്ലോ ഈ പ്രോഗ്രാം ജഡ്ജ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ സംഗതി കുഴപ്പമാണോ, ഇത് തലയിലാവോ എന്നൊക്കെ ഉള്ളത് അറിയാൻ പറ്റുള്ളൂ. ശരി, ആ പെണ്ണ് തലയിലാവോ കുഴപ്പമെന്നുള്ളത് അറിയാനായിട്ട് എന്റെ അടുത്തേക്ക് വിടും. അതെ, മനസ്സിലായി. എങ്ങാട്ടാണ് അമ്പ് എയ്യണെന്നുള്ളത് പിടികിട്ടി. എനിക്ക് നിന്റെ മുമ്പിൽ ഇങ്ങനെ പെട്ടെന്ന് ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുമ്പോ ഒരു ഐറ്റം കളിക്കുന്ന ഫീൽഡ് നമ്മൾ പണ്ട് ഈ ഏഷ്യാനെറ്റിന്റെ ഫ്ലോറിൽ വന്നിട്ട് ഈ ലൈറ്റ്സിലും അല്ല ഈ പണ്ട് എന്നൊക്കെ പറഞ്ഞ വഴി എന്നിട്ട് ഒരുപാട് ജാമ്പുവിന്റെ കാലം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഫീലിലാണ് നിന്റെ സംസാരമൊക്കെ വന്നത്. അല്ല കുറെ കൊല്ലമില്ലേ? അത് കുറെ നാൾ എന്തൊക്കെയോ ഒരുപാട് പ്രായമായി. എനിക്കൊന്നും അങ്ങനെ വ്യത്യാസം. നിനക്ക് ആ പ്രായം ഫീൽ ചെയ്യുന്നുണ്ട്. നീ കണ്ണടയൊക്കെ വെച്ചു. എനിക്ക് ഇത് സ്റ്റൈലിന് വെച്ചാണ് കഷ്ടം. എന്താണ് സ്റ്റൈലിലൊക്കെ എന്തിനാണ് കണ്ണടയൊക്കെ വെച്ച് വെറുതെ? അല്ല ഞാൻ പറഞ്ഞത് ഇതൊന്നുമില്ല. അത് നിനക്ക് പ്രോഗ്രാം കണ്ടിട്ട് ഇത് മാറ്റിയിട്ട് പോകുമ്പോ ആൾക്കാരെ അറിയില്ല അങ്ങനെയുള്ള ഉദ്ദേശമാണോ? അങ്ങനെയല്ല. ഇത് എനിക്ക് എപ്പോഴും നിന്റെ കാര്യമൊക്കെ കോമിക്കോള് ചെയ്ത് കോമിക്കോള് ഇപ്പോഴും കാണുമ്പോൾ ഞാൻ ആലോചിച്ചുകൊണ്ട് ചിരിച്ചിങ്ങനെ എന്താന്ന് പറയുമ്പോ ചിരിക്കും. നീ വേറെ കാര്യം ശ്രദ്ധിച്ചോ? ഈ എന്റെ ഈ മീശയുടെ സ്റ്റൈല് ഞാനൊരു പുതിയ സ്റ്റൈലില് ഞാൻ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. നിന്റെ പലപ്പോഴും പല വെറൈറ്റി അത് തന്നെ ഞാൻ പറയാൻ വന്നത്. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ കുറച്ച് ആൾക്കാരോട് പറയാണ്. കോമിക്കോള എന്ന് പറയുന്ന സംഭവം ഞങ്ങൾ ഏഷ്യനെറ്റിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറെ കാലം ഞങ്ങൾ ഏഷ്യനെറ്റിലെ സ്റ്റാഫിനെ പോലെയായിരുന്നു. പ്രോഗ്രാം കോമിക്കോൾ ഇങ്ങനെ ഐറ്റംസ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നോക്കുമ്പോ എല്ലാ ഐറ്റത്തിലും നാദർഷ വേറെ 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 വേഷങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല്ല് പൊങ്ങിയത്, കോങ്കണ്ണ് എല്ലാം ഭയങ്കര ഡിഫറെന്റ് ആയിട്ട്. അപ്പൊ ഞാൻ എപ്പോഴും വളരെ നോർമലായിട്ടുള്ള രീതിയിൽ തന്നെ അഭിനയിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ ഇവൻ വന്നിട്ട് ഒരുവിധം തീരാറായി. അപ്പൊ ഇവൻ വന്നിട്ട് പറഞ്ഞ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഡിഫറെന്റ് ആയിട്ട് ചെയ്യും, വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്യും. എന്നെ കിട്ടില്ല, എല്ലാത്തിനും ഞാൻ വ്യത്യസ്തനായിട്ടാണ് ചെയ്തേക്കണേ. ഞാൻ പറഞ്ഞു നായിഷ, ആദ്യം ഞാൻ ആരാന്ന് ജനങ്ങൾ മനസ്സിലാവട്ടെ, എന്നിട്ട് പോയിട്ട് വെറൈറ്റി ചെയ്താൽ പോരെ. അതോടെ ഇവൻ തകർന്നു പോയി. കാരണം ഇവന്റെ ഉമ്മക്കോട് കണ്ടുപിടിക്കാൻ പറ്റിയില്ല ഇവരെ ഏതാ പല പല വേഷത്തിൽ വന്നിട്ട് അവര് മനസ്സിലായില്ല. നമ്മളിപ്പോഴാ ആൾക്കാർക്ക് മനസ്സിലായ ശേഷം